ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് അതിൻ്റെ നിർണായക ലെവലായിട്ടുള്ള 24,000 എന്ന ലെവലിന് തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാം. അപ്പോൾ അവിടെ ഇന്ന് ബുൾസും ബിയേഴ്സും തമ്മിലുള്ള അതിശക്തമായ ഫൈറ്റ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമുക്കറിയാം F&Oയുടെ മന്ത്ലി എക്സ്പയറിയാണ്. അതിൻ്റേതായ ഒരു വളറ്റിലിറ്റി നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ട്രേഡർമാർ അവരുടെ പേഴ്സണുകൾ അടുത്ത മാസത്തേക്ക് റോൾ ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നത് അത് മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ സാധാരണ ഉണ്ടാക്കാറുണ്ട്. നിഫ്റ്റി മോർണിംഗ് ട്രേഡൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 24,200 അടുത്തേക്ക് പോയെങ്കിലും ആ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് പിന്നീട് സെൽ ഓഫ് നടന്നുകൊണ്ടാണ് താഴോട്ടേക്ക് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വളറ്റിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇന്ന് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ഹൈക്ക് ഉണ്ടായതായിട്ടും കാണാം. നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് സംഘർഷം കുറയ്ക്കുന്നതിനും അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിലെത്തുന്നതിനും ഇറാൻ പ്രധാനമായിട്ട് 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ കൊടുത്തിരുന്നു. പാകിസ്ഥാൻ്റെ ഒരു മധ്യസ്ഥതയിലായിരുന്നു അത് നടക്കുന്നത്. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ട്രംപ് കൂടുതൽ കടുത്ത നിബന്ധനകൾ വെച്ചിട്ട് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. ഇപ്പോൾ ഇവിടെ ട്രംപ് ട്രൈ ചെയ്യുന്നത് ഒരു വലിയ യുദ്ധത്തെക്കാൾ ഉപരി സാമ്പത്തികമായിട്ടൊരു സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കർശനമായിട്ടുള്ള ഇത്തരം സാങ്ഷൻസ് ട്രംപ് ഇറാനുമേൽ നടത്താനുള്ള സാധ്യത നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവുമെന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അത് ട്രേഡ് ചെയ്തത് 108 എന്ന ലെവലിൽ നിന്ന് ഉയർന്നിട്ട് 112 ലെവലിലേക്കൊക്കെ ബ്രണ്ട് ക്രൂഡിൻ്റെ പ്രൈസ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം അപ്പോൾ ഈ ഹോർമസ് സ്ട്രെയ്റ്റിലുള്ള പ്രശ്നങ്ങൾ ജൂൺ അവസാനത്തോടെ പരിഹരിക്കപ്പെടുമെന്നും അതിനുശേഷം സാധാരണ നിലയിൽ കാര്യങ്ങൾ നീങ്ങുമെന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം എണ്ണവില വലിയ തോതിൽ ഉയർന്നതിനാൽ പല രാജ്യങ്ങളും അവരുടെ ഉപഭോഗം കുറക്കാൻ നിർബന്ധിതരാകും. ഇത് സ്വാഭാവികമായിട്ടും എണ്ണയുടെ ഡിമാൻഡ് കുറക്കും എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രൂഡ് വില നിലവിലെ സാഹചര്യത്തിൽ നിന്നും ഉയരാനുള്ള സാധ്യതയും അവർ പറയുന്നുണ്ട്. അത് $135 വരെ പോകാനുള്ള സാധ്യതയും അവർ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അമേരിക്ക ഇറാൻ തമ്മിലുള്ള സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവണം. കൂടാതെ ഹോർമസ് സ്ട്രെയ്റ്റിലൂടെയുള്ള കപ്പലുകളുടെ യാത്ര സുഗമമാകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പൂർണ്ണമായിട്ടും മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സമാധാനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മീറ്റിങ്ങിൻ്റെ ഒരു ഔട്ട്കം. അപ്പോൾ അവർ പലിശ നിരക്ക് കൂട്ടാതെ അത് 0.75 എന്ന നിലവാരത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ജപ്പാൻ അവർ 1995 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പലിശ നിരക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പതിറ്റാണ്ടുകളോളം അവർ 0 ഇൻട്രസ്റ്റും അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻട്രസ്റ്റ് ആയിട്ട് വേൾഡ് വൈഡ് ഇൻവെസ്റ്റേഴ്സിന് പണം പമ്പ് ചെയ്ത ഒരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ഇപ്പോൾ അവരുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് മാറിയിരിക്കുന്നു. അവരുടെ സ്റ്റാൻസ് ഇപ്പോൾ ഹോക്കിഷ് സ്റ്റാൻസ് ആണ്. എങ്കിൽ പോലും ഈ 0.75 എന്ന ലെവലിൽ നിന്ന് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഉയർത്താതിരുന്നത് മാർക്കറ്റിൽ നേരിയൊരു ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ആ ഒരു ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള 9 അംഗങ്ങളിൽ 3 പേര് ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പലിശ നിരക്ക് കൂട്ടണമെന്നാണ് വാദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് ഏകകണ്ഠമായിട്ടാണ് തീരുമാനിക്കാറുള്ളത്. എന്നാൽ ഇവിടെ 3 അംഗങ്ങൾ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടുള്ള ആശങ്ക ജപ്പാനിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത മീറ്റിങ്ങുകളിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഈ പലിശ നിരക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഒന്ന് ആ രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റേഴ്സ് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അവരിവിടെ നിന്ന് ആ പണം പിൻവലിച്ച് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. 2 ലീഡിങ് ഇൻവെസ്റ്റേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് എമേർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഗ്ലോബൽ ഫണ്ടേഴ്സുകളും അവർ ഈ ജപ്പാൻ യെൻ ക്യാരി ട്രേഡ് നടത്തുന്നവരാണ്. അവർ അവിടെ നിന്ന് ലോ ഇൻട്രസ്റ്റിൽ പണം എടുത്തുകൊണ്ടാണ് എമേർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുമ്പോൾ അവർ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഫണ്ട് കടമെടുക്കുന്നത് നിർത്താനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഏതായാലും ജപ്പാനിലുള്ള ഈ ഒരു കുറഞ്ഞ പലിശ നിരക്ക് എന്ന ആ ഒരു കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നം ഗ്ലോബലായിട്ടുള്ള ലിക്വിഡിറ്റി ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷൻ കുറച്ചൊരു ആശ്വാസം പകരുന്ന കാര്യമാണെങ്കിലും ഫ്യൂച്ചറിൽ എന്തായാലും അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമെന്നാണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി ബോർഡ് അംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്നത്.
ഇന്ന് നമ്മൾ മാർക്കറ്റിൽ സെക്ടർ വൈസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ മെറ്റൽ ഇൻഡെക്സ് പോസിറ്റീവായി നിൽക്കുന്നത് കാണാം. അപ്പോൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് നൽകിയ റിട്ടേൺ 17%. എന്നാൽ നമ്മൾ വളരെയധികം സേഫാണ്, ഡിഫെൻസീവാണ് എന്ന് കരുതുന്ന ഫാർമ, FMCG പോലെയുള്ള ഇൻഡെക്സുകൾ നൽകിയ റിട്ടേൺ FMCG 11%, ഫാർമ 4%, നിഫ്റ്റി 50യുടെ റിട്ടേൺ 7%മാണ് നമ്മൾ കഴിഞ്ഞ മാസം കാണുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് നിൽക്കുകയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഏകദേശം 50% റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം മെറ്റൽ ഇൻഡെക്സ് നൽകിയിട്ടുണ്ട്. എന്നാൽ FMCG 10% നെഗറ്റീവും, ഫാർമ 5%, നിഫ്റ്റി 1% നെഗറ്റീവും റിട്ടേണുമാണ് നൽകിയിട്ടുള്ളത്. ഇനി കുറച്ച് ലോങ്ങർ ടേം നോക്കുകയാണെങ്കിൽ തന്നെ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് 168% റിട്ടേൺ നൽകിക്കൊണ്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ FMCG 51%, ഫാർമ 72%, നിഫ്റ്റി 50 64% റിട്ടേൺ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ വലിയ തോതിലാണ് നിഫ്റ്റി മെറ്റൽ ഔട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പരമ്പരാഗതമായിട്ട് നമ്മൾ മെറ്റൽ സ്റ്റോക്കുകളെ സൈക്ലിക്കൽ സ്റ്റോക്കുകളായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ അത് ഒരു സ്ഥിരത കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പഴയ കാലത്തൊക്കെ ചൈനയുടെ ഡിമാൻഡ് മാത്രമായിരുന്നു മെറ്റലിൻ്റെ വിലയെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ സാഹചര്യം ചെറിയ തോതിൽ മാറിയിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ പാനലുകൾ, വിൻഡ് എനർജിയിലൊക്കെ അതിൻ്റെ നിർമ്മാണത്തിന് കോപ്പർ, ലിത്തിയം, അലൂമിനിയം, സ്റ്റീല് എന്നിവയുടെ വൻതോതിലുള്ള ഡിമാൻഡാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉയർന്നു വരുന്നുണ്ട്. കൂടാതെ ഇന്ത്യയെ പോലുള്ള എമേർജിങ് രാജ്യങ്ങൾ നടത്തുന്ന വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത് ഈ മെറ്റൽ കമ്പനികൾക്ക് എപ്പോഴും ഓർഡറുകൾ ലഭിക്കാൻ കാരണമാകുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ മെറ്റലിൻ്റെ ഈ ഒരു കുതിപ്പ് കുറച്ച് ലോങ്ങായിട്ടുള്ള ഒരു കുതിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആ ഒരു സൈക്ലിക്കൽ നേച്ചർ നമുക്കൊരിക്കലും അവഗണിക്കാൻ കഴിയില്ല. ഇപ്പോൾ FFCG പോലെയോ അല്ലെ ഫാർമ പോലെയോ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും എപ്പോഴും വേൾഡ് വൈഡ് ഡിമാൻഡ് സപ്ലൈയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ വലിയൊരു റിസഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ അവിടെ വഴിമുട്ടി നിൽക്കും. അത്തരം ഘട്ടങ്ങളിൽ ഇതിൻ്റെ ഡിമാൻഡ് കുറയും. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മെറ്റൽ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ അത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ വലിയ തോതിൽ മുന്നേറിയ ഒരു സെക്ടറാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ. പ്രധാനപ്പെട്ട 4-5 സ്റ്റോക്കുകൾ മാത്രമാണ് ആ ഇൻഡെക്സിൽ മുന്നേറിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നെഗറ്റീവിലാണ്. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നത് ചില സ്റ്റോക്കുകൾക്ക് എപ്പോഴും പോസിറ്റീവാണ്. പ്രത്യേകിച്ച് റിലയൻസ്, കാരണം അവർ ചെറിയ തോതിലുള്ള എക്സ്പ്ലോറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ONGC, അതുപോലെ ഓയിൽ ഇന്ത്യ, ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ചെന്നൈ പെട്രോളിയത്തിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചെന്നൈ പെട്രോളിയം ഒരു റിഫൈനിങ് കമ്പനിയാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് 7% ഒരു കയറ്റം ഉണ്ടായെന്ന് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ റിസൾട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അവർ നല്ല തോതിലുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുകയും വലിയ തോതിലൊരു ഡിവിഡൻഡ്, വളരെ ആകർഷകമായ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതായിട്ടും കാണാം. കാരണം അവരുടെ നെറ്റ് പ്രോഫിറ്റ് 1422 കോടിയായിട്ടാണ് ഉയർന്നത്. ഇതേ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത് 470 കോടി മാത്രമായിരുന്നു. അപ്പോൾ അവിടെ 203% വർധനമാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായത്. എന്നാൽ ഇവരുടെ റവന്യൂവിൽ വലിയ വർധനവുണ്ടായിട്ടില്ല. എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ, കാരണം EBITDA 159% ഉയർന്നിട്ടുള്ളത്. കൂടാതെ ഇവർ 54 രൂപയുടെ ഒരു ഫൈനൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ ഇൻ്ററിം ഡിവിഡൻഡായിട്ട് ഇതിനു മുമ്പ് 8 രൂപ പ്രഖ്യാപിച്ചിരുന്നു. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ 62 രൂപയുടെ ഒരു ഡിവിഡൻഡാണ് കഴിഞ്ഞ ഒരു വർഷം ഇപ്പോൾ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു റിഫൈനിങ് കമ്പനിയുടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് ഗ്രോസ് റിഫൈനിങ് മാർജിനാണ്. അപ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലാഭത്തെയാണ് നമ്മൾ ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മാർജിൻ കൂടുമ്പോൾ കമ്പനിയുടെ ലാഭം വർദ്ധിക്കുന്നു. ഇപ്പോൾ അത് $13.75 എന്ന ലെവലിലാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് $6.22 മാത്രമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തം ഇവരുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആ മുഴുവൻ സാമ്പത്തിക വർഷം 3103 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുമ്പ് ഇത് 214 കോടി മാത്രമായിരുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഒരു പ്രകടനമാണ് അവർ ഈ വർഷം കാഴ്ചവെച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് നമുക്കിപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു 7% മൂവ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇവിടെ നല്ല റിസൾട്ട് വന്നിട്ടും താഴോട്ടേക്ക് പോയൊരു സ്റ്റോക്ക് കാണാൻ പറ്റും. അത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്നലെ അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 14% വർദ്ധിച്ചിട്ട് 669 കോടി രൂപയിലെത്തിയതായിട്ട് കാണാം. അതുപോലെ തന്നെ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 15% വർദ്ധിച്ചിട്ട് 945 കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഇവരുടെ AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 23% വെച്ചിട്ട് 1.4 ലക്ഷം കോടി കടന്നിട്ടുണ്ട്. അതുപോലെ ഗ്രോസ് NPA 0.27 എന്നുള്ള നിലയിൽ വളരെ സുരക്ഷിതമായിട്ടും തുടരുകയാണ്. അപ്പോൾ ലാഭത്തിലും ബിസിനസ് വളർച്ചയിലും കമ്പനി
മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ചെലവുകൾ കുറഞ്ഞത് തന്നെ കമ്പനിയുടെ ആ ഒരു എഫിഷ്യൻസി വ്യക്തമാക്കുന്നുണ്ട്. അത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എന്നിട്ട് പോലും ഇന്ന് 2% ഈ സ്റ്റോക്ക് ഇടിയാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്റ്റോക്കിൻ്റെ PE തന്നെയാണ്. കാരണം ഇതിൻ്റെ PE റേഷ്യോ 29 എന്ന ലെവലാണ്. സാധാരണ ഇത്തരം ഫൈനാൻസ് കമ്പനികളുടെ PE ഇൻഡസ്ട്രി PE ഇപ്പോൾ 15 എന്ന ഒരു ആവറേജ് ലെവലിലാണ് ഇതിൻ്റെ മറ്റ് പിയർ കമ്പനികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ബജാജ് ഹൗസിംഗ് അതിൽ നിന്ന് എത്ര ഉയരത്തിൽ പോയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് PE 44 അവിടെ നിന്ന് ഇപ്പോൾ 29 എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു കംഫർട്ടബിൾ ലെവലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇതിൻ്റെ PE താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്വാർട്ടറോട് കൂടി നല്ല റിസൾട്ട് വരുമ്പോൾ ഇതേ പ്രൈസാണ് നിലനിൽക്കുന്നതെങ്കിൽ PEയിൽ ഒരു കുറവുണ്ടാവും. ഇപ്പോൾ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇതിനൊരു പോസിറ്റീവ് റേറ്റിംഗ് തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. 148, 173 വരെ ടാർഗറ്റുകൾ പല ബ്രോക്കറേജുകൾ പ്രവചിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ അത് ഒരു സമയമെടുക്കാൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.